ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മലങ്കര സഭയുടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ സുരേന്ദ്ര മോഹൻ, എൻ്റെ സതീർത്ഥ്യൻ കൂടിയായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ, സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ എം ജി ജോർജ്, സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ഇന്ന് പ്രത്യേകമായി ഇവിടെ സന്നിഹിതനായിട്ടുള്ള അഭിവന്യ ഇബ്രാഹിം മാർ സറാഫിൻ തിരുവനന്തപുരത്ത്, ഇവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ കെ വി മാമൻ, ഡോക്ടർ പി സി മാത്യു, ശ്രീ കോശി ഉമ്മൻ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള അഭിവന്യരായ പ്രഭാഷന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, ബഹുമാനപ്പെട്ട തോമസ് ടി ജോൺ സാറ് എന്നോട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ശരീരനായ ശ്രീ കെ സി മാമൻ മാപ്പിള അവരുകളെ കുറിച്ച് ഒരു സ്മാരക പ്രഭാഷണം നിർവഹിക്കണം എന്ന് അറിഞ്ഞപ്പോൾ അത് എനിക്ക് പൈതൃകമായി ലഭിച്ച ഒരവകാശമായിട്ടാണ് ഞാൻ പരിഗണിച്ചത്. ഈ വേദിയിൽ ഇരുന്നവരിലും ശ്രീ കെ സി മാമൻ മാപ്പിളയെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ശ്രീ ജോർജ് സാറും എന്നോട് പറഞ്ഞു അദ്ദേഹവും ബാല്യത്തിൽ മാമൻ മാപ്പിളയെ കണ്ടിട്ടുണ്ട് എന്ന്. എൻ്റെ പിതാവിൻ്റെ നേതാവായിരുന്നു സ്റ്റേറ്റ് കോൺഗ്രസ് സമരത്തിൽ ശ്രീ മാമൻ മാപ്പിള. സഹപ്രവർത്തകനുമായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ അവർ തടവുകാരുമായി ഒരേ മുറിയിലായിരിക്കെയാണ് ശ്രീ മാമൻ മാപ്പിളയുടെ സഹോദരൻ പ്രശസ്ത ഗാന്ധിയനായ ശ്രീ കെ ഇ മാമൻ സാറിൻ്റെ പിതാവും ആയിട്ടുള്ള ശ്രീ കെ സി ഇപ്പൻ സർ സി പിയുടെ ക്രൂരതയുടെ മറ്റൊരു മുഖമായി ചികിത്സ നിഷേധിക്കപ്പെട്ട് ജയിൽ മുറിയിൽ വെച്ച് അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നു. അതിന് എൻ്റെ പിതാവും ഒരു സാക്ഷിയായി. അതുകൊണ്ട് ശ്രീ മാമൻ മാപ്പിളയെ എനിക്ക് എൻ്റെ ബാല്യത്തിൽ കാണാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ അദ്ദേഹത്തെ അവസാനം കാണുന്നത് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായിരുന്ന ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സഹായമെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്ന അവസരത്തിൽ എൻ്റെ പിതാവുമൊത്ത് ഞാനത് കാണാൻ പോയപ്പോൾ ശ്രീ കെ സി മാമൻ മാപ്പിളയും അവിടെ മുൻനിരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പിതാവ് എൻ്റെയും എൻ്റെ സഹോദരനെയും കൂട്ടിയാണ് ശ്രീ മാമൻ മാപ്പിളയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ വണങ്ങിയത്. ശ്രീ മാമൻ മാപ്പിള ഞങ്ങളെ രണ്ടുപേരെയും, എന്നെയും എൻ്റെ സഹോദരനെയും ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആർമിക്ക് എത്ര മക്കളാണ് എന്ന് ചോദിച്ചതും എൻ്റെ ഓർമ്മയിലുണ്ട്. കാഴ്ചയിൽ എത്ര പ്രഭാപുരമായ ഒരു നമ്മൾ പറയുന്ന ഒരു തേജസ്സായിരുന്നു ശ്രീ മാമൻ മാപ്പിളയ്ക്കുണ്ടായിരുന്നത്. കശവ് കവടി അദ്ദേഹം കഴുത്തിൽ ധരിച്ചിരുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. ഖദർ സിൽക്കിൻ്റെ ആയിരിക്കണം മഞ്ഞ കളറുള്ള ജുബയാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. വളരെ മനോഹരമായൊരു വാക്കിംഗ് സ്റ്റിക്ക് അദ്ദേഹം കസേരയോട് ചേർത്ത് വെച്ചിരുന്നു. കാഴ്ചയിൽ തന്നെ ശ്രീ മാമൻ മാപ്പിള പ്രതാപശാലിയായി. എൻ്റെ ഓർമ്മയിലുള്ള മാമൻ മാപ്പിളയുടെ ചിത്രം അത്ര തേജോമയമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൂർവിക സ്മരണ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഓർമ്മിക്കേണ്ടവരെ ഓർമ്മിക്കുക എന്നാണ് ഇതിനർത്ഥം.
ഓർമ്മിക്കേണ്ടവരെ ഓർമ്മിക്കുന്നതും അവരെ ഓർമ്മിക്കേണ്ടതുപോലെ ഓർമ്മിക്കുന്നതും രണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ പലപ്പോഴും പലരെയും ഓർമ്മിക്കാറുണ്ട്. പക്ഷേ ഓർമ്മിക്കേണ്ടവരെ ഓർമ്മിക്കേണ്ടതുപോലെ ഓർമ്മിക്കുക അതൊരു സംസ്കാരമാണ്. ഇന്നിവിടെ ഓർത്തഡോക്സ് സഭ ചെയ്യുന്നത് അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയുടെ ഏറ്റവും പ്രശസ്തനായ ഒരു പുത്രനെ ആദരപൂർവ്വം ഓർമ്മിക്കേണ്ടതുപോലെ ഓർമ്മിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ മാമൻ മാപ്പിള തിരുമേനി അതിവിടെ സൂചിപ്പിക്കുകയായി സത്യവിശ്വാസിയായ ഒരു സഭാ സന്താനമായി. അദ്ദേഹം അതോടൊപ്പം തന്നെ ക്രാന്തദർശിയായ ഒരു സാമൂഹിക പരിഷ്കർത്താവുമായി, ത്യാഗമൂർത്തിയായിരുന്ന ഒരു രാജ്യസ്നേഹിയുമായി. അതാണ് മാമൻ മാപ്പിളയുടെ വ്യത്യസ്തത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് സഭയിലെ ആത്മായ നേതാക്കന്മാരെ ആദരിക്കുന്നതിൻ്റെ ആരംഭമാണ് എന്ന് ഡോക്ടർ ജോർജ് ജോസഫ് ഇവിടെ പറയുകയുണ്ടായി. ആദ്യം ഓർമ്മിക്കേണ്ട ആത്മായ നേതാവ് എന്ന പദവിയിലേക്ക് ശ്രീ മാമൻ മാപ്പിളയെ തെരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമായി എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു. മാമൻ മാപ്പിള സ്വന്തം പ്രതിഭ കൊണ്ടും നേതൃസിദ്ധി കൊണ്ടും ത്യാഗം കൊണ്ടുമാണ് ജനമനസ്സുകളിലും അതോടൊപ്പം ചരിത്രത്തിലും സ്ഥാനം പിടിച്ചത്. ഈ രണ്ടും ആർക്കും വായിക്കാൻ കഴിയാത്തതായി തീർന്നു പിൽക്കാലത്ത്. ഇന്നും അതുകൊണ്ടാണ് ശ്രീ മാമൻ മാപ്പിളയെ മനോരമയുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല സർവരും ആദരവോടെ സ്മരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പേരുകൊണ്ട് തന്നെ പ്രശസ്തരാകാനുള്ള ഭാഗ്യം ചിലർക്ക് മാത്രമുള്ളതാണ്. പലരും ചോദിക്കും, വാട്ട് ഈസ് ഇൻ എ നെയിം? ദർ ഈസ് സോ മച്ച് ഇൻ എ നെയിം എന്നാണ് അതിന് പറയാനുള്ള മറുപടി. പേരുകൊണ്ട് ഭാഗ്യം ചെയ്ത ആളായിരുന്നു ശ്രീ മാമൻ മാപ്പിള എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിൽ കേട്ടാൽ എളുപ്പത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു പേരായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്, മനോരമയുടെയും ഭാഗ്യമാണ്, ഓർത്തഡോക്സ് സഭയുടെയും ഭാഗ്യമാണ്, കേരളീയ സമൂഹത്തിൻ്റെയും ഭാഗ്യമാണ് എന്നതിൽ സംശയമില്ല. മാമൻ മാപ്പിള അധ്യാപകനായിരുന്നു, നമുക്കറിയാം, ദീർഘവർഷങ്ങൾ അധ്യാപകനായി. ഇവിടെ MD സെമിനാരിയിൽ അദ്ദേഹം വൈസ് പ്രിൻസിപ്പലുമായി. പ്രിൻസിപ്പൽ ആകേണ്ട ആളായിരുന്നു എന്ന് സർവർക്കും അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രിൻസിപ്പലായില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. എല്ലാം നാം ആഗ്രഹിക്കുന്നത് പോലെയോ നമുക്കുള്ള അർഹത പോലെയോ കിട്ടണം എന്ന് നിർബന്ധമില്ല. ഞാനും പ്രിൻസിപ്പൽ ആകാതെ വൈസ് ചാൻസലർ ആകാൻ വിധിക്കപ്പെട്ട ഒരാളാണ്. അപ്പം ഇതൊക്കെ ഓരോരുത്തർക്കും ജീവിതത്തിൽ വന്നു ചേരാവുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കാം. പക്ഷേ ശ്രീ മാമൻ മാപ്പിള പ്രിൻസിപ്പൽ ആയില്ലെങ്കിലും ഒരുപക്ഷെ കേരളത്തിലുണ്ടായിട്ടുള്ള സർവ്വ പ്രിൻസിപ്പൽമാർക്കും മുകളിൽ ആദരിക്കപ്പെടാനുള്ള അർഹത നേടിയ ആളായിരുന്നു. അദ്ദേഹം സമർത്ഥനായ നിയമസഭാ സാമാജികനായിരുന്നു. 14 വർഷം അദ്ദേഹം നിയമസഭാംഗമായിരുന്നു എന്ന് നമുക്കറിയാം, തിരുവിതാംകൂറിൽ. ശ്രീ മാമൻ മാപ്പിള ഒന്നാന്തരം പ്രഭാഷകനായിരുന്നു. അതിലും
കൂടിയ അളവിൽ അദ്ദേഹം ഒരു പ്രക്ഷോഭകാരിയുമായി. രാഷ്ട്രീയ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, സംയുക്ത രാഷ്ട്രീയ കോൺഗ്രസ്, സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദിമ രൂപം, അതിൻ്റെ മെമ്മോറാൻഡം മഹാരാജാവിന് മുമ്പിൽ വായിച്ച് കേൾപ്പിച്ച് അന്നത്തെ മഹാരാജാവിന് സമർപ്പിച്ചത് 1933 ഡിസംബർ 7 അത് ശ്രീ മാമൻ മാപ്പിളയായി. അപ്പൊ അക്കാലത്ത് തന്നെ ശ്രീ മാമൻ മാപ്പിളയ്ക്ക് സമൂഹത്തിലുണ്ടായിരുന്ന ആദരണീയമായ സ്ഥാനവും ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്ന അനന്യമായ സ്വാധീനവുമാണ് ആ സംഭവം തെളിയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീ മാമൻ മാപ്പിള നിവർത്തന പ്രസ്ഥാനത്തിലും സ്റ്റേറ്റ് കോൺഗ്രസിലും ഒരു കിങ് മേക്കറുടെ റോൾ എടുത്തയാണ്. പദവികളോട് അദ്ദേഹം പ്രത്യേകിച്ച് ആഭിമുഖ്യമൊന്നും പ്രദർശിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം ആദരിക്കേണ്ട ആളുകളെ ആദരിക്കാൻ പിന്നോട്ട് നിന്നിട്ടുണ്ട്. രാജ്യദ്രോഹ കേസിൽ ജയിലിലായ ശ്രീ സി കേശവന് ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് മൈതാനത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മാമൻ മാപ്പിളയായി. സ്വാഗതം പറഞ്ഞത് ശ്രീ ടി എം വർഗീസുമായി. ആ വകയിലാണല്ലോ ശ്രീ ടി എം വർഗീസിന് നിയമസഭയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടത്. അപ്പോൾ ശ്രീ മാമൻ മാപ്പിളയ്ക്ക് കേവലം മലയാള മനോരമയുടെ പത്രാധിപർ എന്നത് മാത്രമായിരുന്നില്ല കേരളീയ സമൂഹത്തിലുണ്ടായിരുന്ന മഹനീയമായ പദവി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം ജനകീയ നേതാവായിരുന്നു, സമൂഹത്തിൻ്റെ നേതാവായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അതോടൊപ്പം ടവറിൽ എഡിറ്ററുമായി. പഴയ കാലത്തെ നമ്മളുടെ പത്രാധിപന്മാരെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോഴാണ് ഒരു ക്വാളിറ്റി ലെവൽ അന്നത്തെ പത്രാധിപന്മാരുടെ. ഇതിപ്പോൾ ആർക്കും പത്രം തുടങ്ങാനും പത്രാധിപരാണ് എന്ന് സ്വയം പറയാനും സ്വാതന്ത്ര്യം ഉള്ള കാലമാണ്. മഹാത്മാഗാന്ധി ഒരു പത്രാധിപരായിരുന്നു എന്ന് നമുക്കറിയാം. ജവഹർലാൽ നെഹ്റു പത്രാധിപരായിരുന്നു. കേരളത്തിൽ പട്ടംതാണുപിള്ളയും ആർ ശങ്കറും പത്രാധിപന്മാരായി. പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ പത്രാധിപർ എന്ന് പറയുമ്പോൾ ഒന്നാമത് മനസ്സിൽ വരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും രണ്ടാമത് മനസ്സിൽ വരുന്നത് ശ്രീ കെ സി മാമൻ മാപ്പിളയുമാണ്. അന്നത്തെ മറ്റ് പത്രാധിപന്മാരും മോശക്കാരായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. മഹാന്മാർ തന്നെയായി. ശ്രീ സി വി കുഞ്ഞിരാമൻ, ശ്രീ കെ എസ് കുമാരൻ, കെ പി കേശവമേനോൻ, നിധിയിലിക്കൽ മാണിക്കത്തനാർ, എത്രയോ പേരാണ്. അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് പത്രാധിപന്മാരായി വന്നിരുന്നത്. മാമൻ മാപ്പിള അവരിലെ മുൻനിര നായകനായിരുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ശ്രീ ശ്രീനിവാസൻ പറയുകയുണ്ടായി, രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധപ്പെടാതെ രാഷ്ട്രീയ നേതാവായ, രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം ഒരു ഔദ്യോഗിക പദവി വഹിച്ചിരുന്നില്ല എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ എറണാകുളത്ത് ശ്രീ കെ പി മാധവൻ നായരുടെ എറണാകുളം മിൽസ് എങ്ങനെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആസ്ഥാനമായി പ്രായോഗികമായി ഭവിച്ചു, അതുപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആസ്ഥാന കേന്ദ്രമായി എത്രയോ വർഷങ്ങൾ കെ സി മാമൻ മാപ്പിളയുടെ സാന്നിധ്യത്തിൽ മലയാള മനോരമയുടെ അങ്കണമായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടാണ് മനോരമയുടെ ചരിത്രവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രവും കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. പരസ്പരം പൂരകമായി നിൽക്കുന്നത് അതുകൊണ്ടാണ്. മനോരമയുടെ പൈതൃകം ഈ ദേശീയതയുടെ പൈതൃകമായത് അതുകൊണ്ടാണ്.
ശ്രീ മാമൻ മാപ്പിളയാണ് മലയാള മനോരമ പത്രത്തിന് പുതിയ ഒരു ഡൈമെൻഷൻ കൊടുത്തത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മനോരമയുടെ വിമർശകരും സമ്മതിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിർഭയനായിരുന്നു ശ്രീ മാമൻ മാപ്പിള, വലിയ അഭിമാനിയുമായി. എവിടെയും എപ്പോഴും തല ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം. ദിവാന്റെ മുമ്പിൽ അല്പമൊന്ന് തല കുനിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാങ്കും അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റുകളും അദ്ദേഹത്തിൻ്റെ പത്രവും ഒക്കെ രക്ഷപ്പെടുമായി. പക്ഷെ അതിന് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ദൈവം അദ്ദേഹത്തെ അങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിമാനിയായി എന്നും ഉയർന്ന ശിരസ്സോടെ നിൽക്കുന്നവനാണ്. അതായിരുന്നു മാമൻ മാപ്പിളയെ വ്യത്യസ്തനാക്കിയത് എന്ന് പറയേണ്ടി വരും. ഇതെനിക്ക് തോന്നുന്നു മലയാള മനോരമയുടെ എല്ലാ പത്രാധിപന്മാരുടെയും ഒരു പൊതു സ്വഭാവമാണ്. എനിക്ക് കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഒഴിച്ചുള്ള എല്ലാ പത്രാധിപന്മാരെയും കാണാനും അറിയാനും ഇടപെടാനുമുള്ള അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. മാമൻ മാപ്പിളയെ കണ്ട കഥ ഞാൻ പറഞ്ഞു. ശ്രീ കെ എം ചെറിയാൻ, ഉണ്ണുണ്ണിച്ചായൻ 4-5 മെത്തപ്പ അടുക്കി വെച്ച് അതിൽ തലയിണയും വെച്ച് മലയാള മനോരമയുടെ പഴയ മന്ദിരത്തിൽ ചീഫ് എഡിറ്ററുടെ മുറിയിലിരിക്കുന്ന ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് നമുക്ക് ഒരു ചീഫ് എഡിറ്ററുടെ ക്യാബിൻ അങ്ങനെ ആവും എന്ന് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത അത്ര ലാളിത്യമുള്ള ഒരു പത്രാധിപരായിരുന്നു ശ്രീ കെ എം ചെറിയാൻ. ശ്രീ കെ എം മാത്യുവിനെ എത്രയോ അടുത്തറിയാനുള്ള അവസരവും ഭാഗ്യവും എനിക്ക് വന്നു. ഇപ്പോൾ ഇതാ നമ്മോടൊപ്പം സദസ്സിലുള്ള ശ്രീ മാമൻ മാത്യു ഉണ്ട്, ശ്രീ ജേക്കബ് മാത്യു ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ വ്യത്യസ്തമായി കാണുന്നത്? യുണീക് നൊബിലിറ്റി എന്ന് പറയാവുന്ന ഒരു നൊബിലിറ്റിയാണ് മനോരമയുടെ സർവപത്രാധിപന്മാരെയും കണ്ടത്തിൽ വർഗീസ് മാപ്പിള മുതൽക്ക് ഇപ്പോൾ വരെയുള്ള സർവരെയും വ്യത്യസ്തരാക്കുന്നത് എന്നാണ് എൻ്റെ പരിമിതമായ അറിവിലും അനുഭവത്തിലും എനിക്ക് പറയാൻ കഴിയുന്നത്. ശ്രീ മാമൻ മാപ്പിളയെ കുറിച്ച് ഞാനും എഴുതിയിട്ടുണ്ട്. കുറുവേറ്റ സിംഹങ്ങൾ എന്ന് സ്വാതന്ത്ര്യ സമരത്തിലെ 14 നേതാക്കന്മാരെ പറ്റി ഞാനൊരു പുസ്തകം എഴുതിയപ്പോൾ അതിന് അവതാരിക എഴുതി തന്നത് ശ്രീ കെ എം മാത്യു ആണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് മാമൻ മാപ്പിളയ്ക്കുള്ള ഏറ്റവും നല്ല പ്രശംസയെന്ന് ഞാൻ വിചാരിക്കുന്നു. അവതാരികയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു നക്ഷത്രത്തിൻ്റെ മകനായി ജനിക്കാൻ കഴിയുക എന്നതാണ് ഒരാൾക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും സിറിയക്കും ആ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ പിതാക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻ്റാണ്. തീർച്ചയായും ശ്രീ മാമൻ മാപ്പിളയെ നക്ഷത്രമായി കാണാൻ ശ്രീ കെ എം മാത്യുവിനും കഴിഞ്ഞു. പക്ഷെ അതിനേക്കാൾ എന്നെ സ്പർശിച്ചത് അദ്ദേഹത്തിൻ്റെ നേരത്തെ ഇവിടെ 8ാമത്തെ മോതിരത്തെ പറ്റി ബാബ തിരുമേനി പറയുകയുണ്ടായി. പലതവണ കണ്ണു നിറയാതെ നമുക്ക് ഒരാവർത്തി പോലും 8ാമത്തെ മോതിരം വായിച്ചു തീർക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതിൽ പല ഭാഗങ്ങളിലും ശ്രീ കെ എം മാത്യു പറയുന്ന ഉൾക്കാഴ്ചകളാണ് നമുക്ക് വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. മാമൻ മാപ്പിളയുടെ ജീവിതം എന്നും ഒരു പോരാട്ടമായിരുന്നു എന്ന് നമുക്കറിയാം. ഏറെ തോൽവികളുടെ കയ്പ് അനുഭവിച്ചതിനെ പറ്റി ബാബ തിരുമേനി ഇവിടെ പറഞ്ഞു. ആ കയ്പുകൾക്കിടയിലും മങ്ങാത്ത ശുഭപ്രതീക്ഷയോടെ നിന്നു എന്നതാണ് മാമൻ മാപ്പിളയുടെ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. 8ാമത്തെ മോതിരത്തിൽ അനുബന്ധത്തിൽ ശ്രീ മാമൻ മാപ്പിള അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ കെ എം ജേക്കബിന് അയച്ച ഒരു കത്ത് അദ്ദേഹം ചേർത്തിട്ടുണ്ട്.
ആ കത്തിൽ പറയുന്ന ഒരു ചെറിയ വാചകം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മളുടെ സൂക്ഷ്മവും കരുതലും ബുദ്ധിയും സാമർഥ്യവുമെല്ലാം എത്ര നിസ്സാരങ്ങളാണെന്നും ദൈവശക്തിയാണ് സംഗതികൾ ഷെയ്പ്പ് ചെയ്യുന്നവയിൽ 99% ഇൻഫ്ലുവൻസ് എന്നുമുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതികൾ കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ മക്കളോടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും അബ്സല്യൂട്ട് കൺവിക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എത്രയോ വലിയ ഉൾക്കാഴ്ചയിലാണ് ശ്രീ മാമൻ മാപ്പിള ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇന്നലെ സകലതും ഒഴുകിപ്പോയതായി തോന്നി. ഇന്ന് നേരെ മറിച്ചുള്ള സ്ഥിതി ഞാൻ കാണുന്നു. നാളെ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്ന് ആർക്കും നിശ്ചയിക്കാൻ പാടില്ല. ഒന്നും, മക്കളോട് അദ്ദേഹം പറയുകയാണ്, ഒന്നും ശാശ്വതമാണെന്ന് ഉറപ്പിച്ച് ഒന്നിലും കണക്കല്ലാതെ എലൈറ്റഡ് ആവുകയോ ഒന്നിലും ഡെസ്പെയർ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മാമൻ മാപ്പിളയെ കൊണ്ടല്ലാതെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഒസ്യത്ത് പോലെ ഒരു എഴുത്തെഴുതാൻ കഴിയും എന്ന് വിചാരിക്കുന്നില്ല. അതിന് ഏറ്റവും ചേർന്ന അനുബന്ധമാണ് ശ്രീ KM മാത്യു അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത്. എനിക്കുറപ്പുണ്ട്, ശ്രീ KM മാത്യു പറയുകയാണ്, എനിക്കുറപ്പുണ്ട് മുടങ്ങാതെ ഞങ്ങളുടെ അമ്മച്ചി പുത്തനങ്ങാടി കുരിശുപള്ളിയിൽ കൊണ്ടുചെന്ന് ഒഴിച്ചിരുന്ന ഓരോ കുപ്പി എണ്ണയുമാണ് മലയാള മനോരമയെ കാത്തത് എന്ന്. എത്രയോ വലിയ വിശ്വാസമാണ്. അതാണ് തിരുമേനി പറഞ്ഞത്. തീർച്ചയായും ഭാര്യമാർ ഭാഗ്യമാവുക എന്ന് പറയും. ശ്രീ മാമൻ മാപ്പിളയ്ക്ക് അതുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. ശ്രീ മാമൻ മാപ്പിളയും മിസസ് മാമൻ മാപ്പിളയും തീർച്ചയായും സമൂഹത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയ വിശ്വാസം, ധാർമ്മിക ധീരത, സത്യത്തോടുള്ള ആഭിമുഖ്യം, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ഇതെല്ലാം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഗുരുക്കന്മാർക്ക് ഗുരുവായിരുന്നു, പത്രാധിപന്മാർക്ക് പത്രാധിപരായിരുന്നു, നേതാക്കന്മാരുടെയും നേതാവായിരുന്നു, മഹാന്മാർക്കും മഹാനായിരുന്നു മാമൻ മാപ്പിള എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധന്യമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാനും വിനയപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം എൻ്റെ ആദരവുകളെ സമർപ്പിക്കുന്നു. നമസ്കാരം.